മുനമ്പം പ്രശ്നം പരിഹരിക്കാത്തതിൽ നിരാശ പ്രകടിപ്പിച്ച് സിറോ മലബാർ സഭ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് സിറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏത് വിഷയത്തിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാകും. വിഷയത്തിൽ സംസ്ഥാന സർക്കാരും ക്രിയാത്മകമായി ഇടപെടണമെന്നും ഫാദർ ആന്റണി വടക്കേക്കര ആവശ്യപ്പെട്ടു. എന്നാൽ ഇപ്പോഴും ആ ആശങ്കകൾക്ക് പൂർണ്ണമായ പരിഹാരമുണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയായും നിരാശപ്പെടുത്തുന്ന കാര്യമാണ്, ആശങ്കയുളവാക്കുന്ന കാര്യമാണ്, ബുദ്ധിമുട്ടുളവാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും നിയമപരമായി മുൻപോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യവും നമ്മൾ മുമ്പിൽ കാണുന്നു. ഈ കാര്യത്തിൽ സഭ എന്നും സ്വീകരിച്ചുള്ള നിലപാട് എന്ന് പറയുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ അല്ല, മറിച്ച് ഗവൺമെൻറ്റുകൾ ഈ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരത്തിനു വേണ്ടി നിയമം അമെൻഡ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ ജനങ്ങളെ ഒത്തിരിയേറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ഒരുപക്ഷെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി ഇത്രയും ദിവസങ്ങളായി മുനമ്പത്ത് വലിയ വിഷമത്തിലും പ്രതിസന്ധിയിലുമായ ജനം സമരമുഖത്തിരിക്കുമ്പോൾ ചില വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായതും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അനുകൂലമായ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായതുമെന്ന് മനസ്സിലാക്കുന്നു. ആൻമരിയ സണ്ണി വിശദാംശങ്ങളുമായി. ആൻമരിയ, നമ്മൾ ഈ കേന്ദ്ര സർക്കാർ ഇതിൽ ബില്ലുമായി മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് അത് നിയമമാകുമ്പോഴൊക്കെ ഏത് തരത്തിലേക്കാണ് വിവിധ സഭകൾ അതിനെ കണ്ടത്, സ്വാഗതം ചെയ്തത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്നലെ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഇങ്ങനത്തെ പ്രസ്താവനകൾ വന്നതിന് ശേഷമാണോ ഈ തരത്തിലേക്ക് സിറോ മലബാർ സഭയുടെയൊക്കെ പ്രതികരണം വരുന്നത്? അനുജ, തീർച്ചയായും ഈ വഖഫ് ഭേദഗതി നിയമത്തെ ഏറെ സ്വാഗതം ചെയ്തതാണ് കത്തോലിക്ക സഭ. അതായത് സിറോ മലബാർ സഭ അടക്കമുള്ള മറ്റ് സഭകളെല്ലാം ഏറെ സ്വാഗതം ചെയ്തതാണ് വഖഫ് ഭേദഗതി നിയമത്തെ. പക്ഷേ കേന്ദ്രമന്ത്രിയുടെ ഈ വരവിന് ശേഷമാണ് അതിലൊരു നിരാശ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ളൊരു പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരം കാണാൻ സാധിക്കാത്തത് അത് ഏറെ നിരാശയുണ്ടാക്കുന്നതാണ്. വഖഫ് ഭേദഗതി നിയമത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അതിൽ ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ളൊരു പ്രശ്ന പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് സഭ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം ഈ വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിലെത്തിയപ്പോൾ അതേ കൊണ്ട് വോട്ട് ചെയ്യണമെന്ന് എംപിമാരോട് കർശനമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സഭ കൂടിയാണ് സിറോ മലബാർ സഭ അടക്കമുള്ള ഈ കത്തോലിക്ക സഭയെല്ലാം. പക്ഷേ ഇപ്പോഴും അതിൽ ഒരു പൂർണ്ണമായിട്ടുള്ള പരിഹാരം കാണാത്തത് അത് സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറെ നിരാശയുണ്ടാക്കുന്ന ഒന്നാണ്. ഈ സഭ അതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ഈ മുനമ്പം പ്രശ്നം സഭ പൂർണ്ണമായിട്ട് ഒരു രാഷ്ട്രീയപരമായി കാണുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു രാഷ്ട്രീയമുണ്ട്. അത് ഏത് വിഷയത്തിലാണെങ്കിൽ പോലും അതിലൊരു രാഷ്ട്രീയമുണ്ട്. അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവർ പ്രവർത്തിച്ചിട്ടുമുണ്ട്. ആ തെറ്റിദ്ധാരണയിൽ ജനങ്ങൾ ചില ആളുകളെങ്കിൽ പോലും അതിനെ വ്യക്തിപരമായിട്ടും അല്ലാതെയും അതിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ സഭ യോജിക്കുന്നില്ല, അതിനോട് സഭ പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല. എന്തായാലും ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഇന്നലത്തെ വരവിന് ശേഷമാണ് അതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് ഇതുവരെ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഭ അതിനെ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിലൊരു നിരാശ പ്രകടിപ്പിക്കുകയാണ്. അതാണ് ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് മുനമ്പം വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിലപാടിലൊക്കെ ഒരു നിരാശയുണ്ട് എന്ന പ്രതികരണവുമായി സിറോ മലബാർ സഭ രംഗത്ത് വരുന്നത്.